എല്ലാ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സുഹൃത്തുക്കൾക്ക്, ഗുരുജനങ്ങൾക്ക് നമസ്കാരം. സാഹിതിയുടെ ഇത്തരമൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് ആകെയുള്ള സഞ്ചാരത്തെക്കുറിച്ചുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് ആകെയുള്ളൊരു യോഗ്യത, ഞാൻ യാത്രകളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. വളരെ കുറച്ച് യാത്രകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് യാത്രയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ ധാരാളമായി ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ ഒരു വലിയ ഭാവനാസ്ഥലികൾ ഉണ്ടായിരുന്നു. മഞ്ഞ് പെയ്യുന്ന താഴ്വാരം, ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ നാട്ടിൽ അത് ഇല്ലല്ലോ. മഞ്ഞ് പെയ്യുന്ന താഴ്വാരം എങ്ങനെയായിരിക്കും? നിറയെ ഘോരമായ ദുഷ്ടമൃഗങ്ങളൊക്കെയുള്ള കാട് എങ്ങനെയായിരിക്കും? ഇങ്ങനെ എനിക്ക് പരിചിതമല്ലാത്ത മേഖലകളിലേക്കുള്ള ഒരു വലിയ തുറസായ ഒരു യാത്രയായിരുന്നു അതെല്ലാം തന്നെ. കുറച്ചുകൂടി വളർന്നപ്പോൾ വായനയിലൂടെ യാതൊരു തരത്തിലും ചെന്നെത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ. ടോൾസ്റ്റോയുടെ കാക്കസസിലെ തടവുകാരൻ, അതൊരു യാത്രാ വിവരണം അല്ലെങ്കിൽ പോലും അതിൽ കുറേ യാത്രകൾ പറയുന്നു. കാക്കസസിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് അവിടെ ബന്ധിതനായ ഒരു പട്ടാളക്കാരൻ അങ്ങനെ നോക്കുന്ന ഒരു രംഗമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ്. കുറേ മലകൾക്കപ്പുറത്ത് തനിക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു. പിന്നീട് ഇസ്താംബുളിനെ കുറിച്ച് ഓർഗൻ പാമുക്ക് എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കുമ്പോൾ, ഇസ്താംബുൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ വളരെ പ്രാചീനമായ നഗരിയെക്കുറിച്ചുള്ള കുറേ ചിത്രങ്ങൾ, കുറേ ഓർമ്മകൾ ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലെങ്കിൽ പോലും അത് എന്നിലേക്ക് വരികയാണ് ചെയ്തത്. ഇങ്ങനെ യാത്ര എന്നുള്ളത്, യാത്രികർ അനുഭവിച്ച ഓരോന്നും വലിയ ഒരു വിലപിടിച്ച ഒരു സോവനിയർ ആയി ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. ഞാൻ നടത്തിയ യാത്രകളിലും ഇപ്രകാരം തന്നെ, ചെറുതോ വലുതോ ആയ യാത്രകളിൽ എവിടെയെല്ലാം ഏതെല്ലാം മനുഷ്യർ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, അവരെങ്ങനെയാണ് തങ്ങളുടെ ജീവിതം നയിച്ചത് എന്നുള്ള ഒരു ചിന്തയാണ് ആത്യന്തികമായി ഓരോ യാത്രയും തരുന്നത്. ശ്രീമതി നന്ദിനി മാഡം പറഞ്ഞ ബസ്തറിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കേട്ടപ്പോൾ വളരെ പണ്ട് വായിച്ചിട്ടുള്ള ഫ്രം ബസ്തർ വിത്ത് ലവ് എന്നുള്ള കഥ, കെ മോഹനവർമ്മ വളരെ എന്താ പറയുക, ഒരു ലാഘവത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് എഴുതിയത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നിസ്സാരമാക്കിയിട്ടല്ല, എങ്കിൽ പോലും അവിടെയുള്ള ആദിവാസി ഗ്രാമങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം അതിൽ ശരിക്കും ചിത്രീകരിച്ചിട്ടുണ്ട്. കാട്ടുതീ ഉണ്ടായ സമയത്ത് കാട്ടുതീ നിയന്ത്രിക്കേണ്ട, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആളുകൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ നിർദ്ദേശമെങ്കിലും കൊടുക്കേണ്ട സെക്യൂരിറ്റി അടുത്ത് കിടന്നുറങ്ങിയിരുന്ന ആദിവാസി സ്ത്രീയുടെ അടുത്ത് തന്നെ വന്ന് കിടക്കുന്നു എന്നുള്ള ഒരു വാചകം, അതൊരു വല്ലാത്ത ഒരു കാര്യമാണ്. പിറ്റേ ദിവസം അയാൾ എണീറ്റ് നോക്കുമ്പോൾ കാട്ടുതീയില്ല. അപ്പം അയാൾ എഴുതി വയ്ക്കുകയാണ്, കാട്ടുതീ ഉണ്ടായിരുന്നു, അത് അണച്ചു, വിജയകരമായി അണച്ചു എന്ന്. സത്യത്തിൽ അന്നത്തെ ഒരു ജനതയുടെ വല്ലാത്ത നിസ്സഹായത, നിർവികാരമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ വീക്ഷണം, അതുതന്നെയാണ് നന്ദിനി മേഡം പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത്. അതിൽ കൃത്യമായും അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഭരിക്കുന്നവർക്ക് ഭരിക്കപ്പെടുന്നവരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയില്ലെങ്കിൽ, അവരുടെ ജീവിതം എന്താണ് എന്ന് ആലോചിച്ച് നോക്കാനെങ്കിലുമുള്ള വിവേകമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആകും എന്നുള്ളതാണ്. ബസ്തറിൻ്റെ അവസ്ഥ എത്രയോ കാലങ്ങൾക്ക് ശേഷം നേരിട്ട് കേൾക്കുമ്പോൾ എനിക്കും സത്യത്തിൽ വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്, വല്ലാത്തൊരു ആകുലത തോന്നുകയാണ്. യാത്രാനുഭവങ്ങൾ ഇങ്ങനെ
പല രീതിയിലാണ് നമ്മെ മതിക്കുക. ഒരു യാത്രാനുഭവം ഒരാൾ എഴുതിയത് അല്ലെങ്കിൽ കേട്ടത് അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ജനതയെക്കുറിച്ച്, അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അബോർജിൻസിൻ്റെ ഒരു വലിയ കേന്ദ്രമായിട്ടുള്ള സിഡ്നിയുടെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ ഒരു സന്ധ്യയ്ക്ക് കണ്ട ഒരു കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ബൂമറാങ് പോലെയുള്ള വസ്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ജലാശയത്തിൻ്റെ അപ്പുറത്ത് ഓപ്പറ ഹൗസ് കാണാം, ഇപ്പുറത്ത് സിഡ്നിയിലെ ആ ഒരു വളരെ ജനനിബിഡമായിട്ടുള്ള ഒരു കച്ചവട മേഖലയാണ്. ഒരു രാജ്യത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ ചന്ത കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് എനിക്കിത് എടുത്തു പറയാൻ തോന്നുന്നത്. അവിടെ ഒരു നല്ല ഉയരവും വണ്ണവുമുള്ള ഒരു സ്ത്രീ, ഒരു അധികം പ്രായമൊന്നുമില്ല, അവർ തൻ്റെ തലമുറയോടോ അല്ലെങ്കിൽ തൻ്റെ മുൻ തലമുറയോടോ നാഗരികത ചെയ്ത വലിയ പാതകങ്ങളൊക്കെ അവരിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. എങ്കിലും അതിൻ്റെ ഒരു മുദ്രയായിട്ട് നമുക്ക് അവരുടെ ആ നിൽപ്പ് തോന്നും. അവർ വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ സാധനങ്ങൾ വിൽക്കുകയാണ്. അവിടെ നിന്നും ഒരു ബൂമറാങ് വാങ്ങിച്ചു, തിരിച്ചു കൊണ്ടുവന്നത് വീട്ടിൽ വെച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ ആ ബൂമറാങ് കാണുമ്പോൾ ഉടനെ സിഡ്നിയിലെ ആ ഒരു സന്ധ്യ ഓർക്കും. ഓരോ യാത്രയും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നല്ല സന്തോഷം നിറഞ്ഞ ഓർമ്മകളോ അല്പം ദുഃഖം നിറഞ്ഞ, നിരാശ നിറഞ്ഞ ഓർമ്മകളൊക്കെ കൊണ്ടുവന്ന് തരും. ഈ ഓർമ്മകളുടെയൊക്കെ ഒരു സഞ്ചയമാണ് സത്യത്തിൽ നമ്മുടെ യാത്രാനുഭവം എന്നുള്ളത്. യാത്രയിൽ നിന്ന് എന്താണ് നേടുന്നത് എന്ന് ചോദിച്ചാൽ അത് ജീവിതത്തെയും കാലത്തെയും ഒക്കെ നവീകരിക്കാനുള്ള വലിയൊരു പോംവഴിയാണ്. യാത്ര ചെയ്യുന്നവൻ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും അയാൾക്ക് ചില ബോധ്യങ്ങളുണ്ട്. അവർ യാത്രയിലൂടെ അനുഭവിച്ചത് ഒരുപക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാകാം. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, പാഴ്സൽ പോലെ പോയി വരിക എന്ന്. പാഴ്സൽ പോലെ പോയി വരുന്നവർക്ക് പോലും ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ഇവിടെ പ്രത്യേകമായി പരാമർശിച്ചു, വളരെ കുറച്ച് സമയം കൊണ്ട് ആണ്, അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഹിമാലയൻ യാത്രാനുഭവങ്ങൾ യാത്രികർ എങ്ങനെ എഴുതി വെച്ചു എന്നുള്ളത് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിമാലയം എന്നുള്ളത് എല്ലാ യാത്രികരുടെയും വലിയൊരു സ്വപ്നമാണ്. ഒരു തവണ പോയാൽ തൃപ്തി വരില്ല എന്നാണ് പറയുന്നത്. എത്ര തവണ വേണമെങ്കിലും ഹിമാലയം സന്ദർശിച്ചാൽ വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ഉൾത്വര ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും മടുപ്പ് തോന്നില്ല. മടുപ്പ് തോന്നാത്ത ഒന്ന് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യവുമാണ്. അപ്പോൾ 1927 മാധവനാർ എന്ന വ്യക്തി എഴുതിയ ഹിമാലയൻ യാത്രാ വിവരണമാണത്രേ ആദ്യത്തെ ഹിമാലയത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് 1930 തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരം വരുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വനഭിക്ഷു എന്ന പേരിൽ തൻ്റെ ഹിമാലയൻ യാത്രാനുഭവങ്ങൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ്. ഇവിടെ മാഷ് അത് എന്നെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദുർഘടങ്ങൾ നിറഞ്ഞിട്ടുള്ള അനവധി ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നത്. ഒന്നാമത് കാൽനടയായിട്ടാണ് പോവുക. അദ്ദേഹം സ്വാമി ആയതുകൊണ്ട് ഒരുപക്ഷെ പാദരക്ഷയും ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അതിജീവിച്ചിട്ടുണ്ടാവുക. അത് അദ്ദേഹത്തിൻ്റെ ആ വിവരണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സംസ്കൃത പദങ്ങളാണ് കൂടുതൽ എങ്കിലും അത് നമുക്ക് വായിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് വായിച്ചു പോകാൻ പറ്റും. ഹിമഗിരി വിഹാരത്തിൽ ഭക്തി മാത്രമല്ല അതിലുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് എഴുതിയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു സ്വാമികൾ എഴുതിയിട്ടുള്ള പുസ്തകമാണെങ്കിലും ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ, ഒരു നിസ്സാരനായൊരു മനുഷ്യൻ എന്തെല്ലാമാണ് കാണുന്നത്, എന്തെല്ലാമാണ് അയാൾ അനുഭവിക്കുന്നത്
അയാളുടെ ആത്മാവിനെ എങ്ങനെയാണ് നിർമ്മലമാക്കുന്നത് ആ യാത്ര എന്നാണ് അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക. ധാരാളം പ്രതിസന്ധികളുണ്ട്. മനുഷ്യൻ വിചാരിച്ചാൽ മറികടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ ദൈവം മാത്രമാണ് രക്ഷ എന്ന് ആ വ്യക്തി വിചാരിക്കുകയാണ്. അതേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും പറയുമല്ലോ, ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവുകയും പലതരത്തിലുമുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ വരികയൊക്കെ ചെയ്താലും കുതിരപ്പുറത്ത് പോകുന്ന അല്ലെങ്കിൽ യാക്കിൻ്റെ പുറത്ത് പോകുന്ന വ്യക്തി ജീവന് കൈ പിടിച്ചിട്ടാണ് ഇരിക്കുക എന്നാണല്ലോ പറയുക. എപ്പോഴാണ് ആ മൃഗത്തിൻ്റെ കാലം ഇടറുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. രാജകാക്കനാടൻ എഴുതുന്നുണ്ട്, യാക്കിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അത്രേ, കുതിരയെ പിന്നെയും വിശ്വസിക്കാം. യാക്കിൻ്റെ പുറത്ത് നമ്മൾ കയറി പോകുമ്പോൾ ഒരു പച്ചപ്പ് കണ്ട ഉടനെ ഈ യാത്രയൊക്കെ മറന്നിട്ട് പച്ചപ്പിൻ്റെ പിന്നാലെ യാക്ക് പോകുന്ന. അപ്പോൾ സ്വാഭാവികമായും ഒരു മൃഗം പച്ചപ്പ് കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? തല കുനിച്ചിട്ടാണ്. മുതുകിൽ ഇരിക്കുന്ന ഇയാള് തല കുനിഞ്ഞ് പോവുകയാണ്. അത് വല്ലാത്ത പേടിയോട് കൂടിയിട്ടാണ് പൊതുവെ യാത്രയിൽ വലിയ ധീരതയൊക്കെ ഉണ്ടായിരുന്ന രാജൻ കാക്കനാടൻ പോലും അദ്ദേഹത്തിന് പോലും അനുഭവിച്ചത് എന്നാണ്. അപ്പോൾ ഈ ഹിമഗിരി വിഹാരം എന്ന പുസ്തകത്തിൽ നിന്നും നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ആരെല്ലാം ഏതെല്ലാം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദേവി സുരേന്ദ്രനാഥിൻ്റെ ലോകത്തിൻ്റെ മുകൾ തട്ടിൽ, രാജൻ കാക്കനാടിൻ്റെ ഹിമവാൻ്റെ എന്താണ് മുകൾ തട്ടിലൂടെ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ. അതുപോലെ ഷൗക്കത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, ഹിമാലയൻ യാത്രാ വിവരണങ്ങൾ. MD സുരേഷ് ബാബുവിൻ്റെ ഹിമാലയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം. പിന്നെ കുറേ പേർ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ഈ സ്വാമി പ്രണവാനന്ദ, ആ പേര് മറക്കരുതാത്തതാണ്, ഹിമാലയത്തെ ശാസ്ത്രീയമായി യാത്രയിൽ നോക്കി കണ്ട ഒരു വ്യക്തിയാണ് സ്വാമി പ്രണവാനന്ദ. അപ്പോൾ ഓരോരുത്തരുടെയും ഈ വീക്ഷണ കോൺ വ്യത്യസ്തമാണ്. ചിലർ വളരെ ആത്മീയമായിട്ടുള്ള ഒന്നായിട്ടാണ് ഹിമാലയത്തെ കാണുന്നതെങ്കിൽ ചിലർ വളരെ ഭൗതികമായി ഇനിയും എത്രയോ ശാസ്ത്രീയ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സോഴ്സായി ഹിമാലയത്തെ കാണുന്നു. ഇപ്പോൾ പ്രണവാനന്ദ സ്വാമികളാണ് ആദ്യമായി മാനസ സരസിനെയും രാക്ഷസ താളിനെയും കുറിച്ചുള്ള ഒരു ഇത് പറയുന്നത്, താരതമ്യം പറയുന്നത്, താരതമ്യമല്ല രണ്ടിനെ കുറിച്ചും പറയുന്നത്. അപ്പോൾ ഈ ഭക്തിയുടെ രീതി അന്തരീക്ഷത്തിൽ മാത്രം യാത്ര ചെയ്താൽ പറ്റിപ്പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവർ അതിഭാവനയുടെ തേരിലേറി പോകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രാക്ഷസത എന്നുള്ളത് രാവണൻ കുളിച്ചിട്ടുള്ളതാണ് എന്നും അവിടെ പക്ഷിമൃഗാദികളൊന്നും ഇല്ല എന്നും അവിടെ കണ്ടാൽ പേടിയാണെന്നും ചുവപ്പ് കലർന്ന ജലമാണ് അതിനുള്ളത് എന്നും ഒക്കെ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയല്ല. മാനസ സരസ് വളരെ ദീർഘമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സരസാണെങ്കിൽ രാക്ഷസതാൾ അത്രയൊന്നും വലിപ്പമില്ല. പിന്നെ മാനസ സരസിൽ ഉള്ളതിനേക്കാൾ പെട്ടെന്ന് മഞ്ഞുറയും രാക്ഷസതാഴി. അതുകൊണ്ട് തന്നെ ജീവന് വലിയ ഭീഷണിയാണ്. മാനസ സരസിൽ കുറേ സമയമെങ്കിലും ജീവനൊക്കെ ഉണ്ടാകും. ഒരു 6-7 മാസം ഒക്കെ കഴിയുമ്പോൾ ഈ ഹിമം കട്ടകളെല്ലാം പതുക്കെ പൊട്ടി അകന്ന് നീല ജലം, നീലയോ വെള്ളയോ ഒക്കെ ആയിട്ടുള്ള ജലം, പല നിറങ്ങളാണ് ഹിമാലയത്തിൽ നമുക്ക് കാണാൻ പറ്റുക എന്ന് അനുഭവസ്ഥർ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ധാതു പദാർത്ഥങ്ങളുടെ പ്രത്യേകത കാരണവും കൂടിയാകാം അവിടുത്തെ ജലത്തിന് അങ്ങനെ ഒരു നിറം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാക്ഷസതാൾ, മാനസ സരസ്, ഇതിനെ രണ്ടിനെയും പ്രണവാനന്ദ സ്വാമികൾ കണ്ടത് പഴയ പുരാണത്തിലെ ചില കഥാപാത്രങ്ങളുടെ മാത്രം ഒരു പരിവേഷം വെച്ചുകൊണ്ടല്ല. അത് ശ്രദ്ധേയമാണ്. മാത്രമല്ല അദ്ദേഹമാണ് ഈ അലൂമിനിയം ബോട്ട് ഒക്കെ ഉണ്ടാക്കി അതിലൂടെ ഈ മാനസ സരസിൻ്റെ നടുവിലേക്ക് യാത്ര ചെയ്ത്, മഞ്ഞിലൂടെ യാത്ര ചെയ്ത് അവിടെ പഠിക്കുകയൊക്കെ ചെയ്തത്. ഈ പഠനമാണ് ഏറ്റവും ഗംഭീരമെന്നല്ല ഞാൻ പറയുന്നത്, ഹിമാലയത്തെ എങ്ങനെയൊക്കെയാണ് യാത്രികർ കണ്ടിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിനുശേഷം പിന്നെയും MK രാമചന്ദ്രൻ്റെ, ശ്രീ MK രാമചന്ദ്രൻ എഴുതിയിട്ടുള്ള, നമുക്കറിയാമല്ലോ ഹിമാലയൻ യാത്രകൾ ഏറ്റവും പോപ്പുലർ ആയത് അദ്ദേഹത്തിൻ്റെ രചനകൾ വഴിയാണെന്ന് പറയാറുണ്ട്. അത് ശരിയാണ്. ധാരാളം യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ യാത്രകളെയൊക്കെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് യാത്രാ വിവരണ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്ര പോകുന്നത് പോലെയല്ല യാത്രാ വിവരണം എഴുതുന്നത്.
ഇത് രണ്ടും രണ്ട് പ്രക്രിയയാണ്. യാത്ര പോകണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഹിമാലയം പോലെയുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ തീർച്ചയായും ശാരീരിക ക്ഷമത ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള 6 മാസത്തെ കോഴ്സൊക്കെ നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. 6 മാസം കൃത്യമായിട്ട് നമ്മൾ യോഗയൊക്കെ ചെയ്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ കൃത്യമായി നിയന്ത്രിക്കുകയും ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കെൽപ്പ് സമ്പാദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൈസയും കുറച്ച് വേണ്ടി വരുമല്ലോ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ കുറേ ഒക്കെ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ യാത്ര കഴിഞ്ഞാൽ യാത്രാനുഭവങ്ങളെ എഴുതുക എന്നുള്ളത് കുറച്ച് ക്ലേശകരമായ കാര്യമാണ്. നമ്മുടെ മനസ്സ് എവിടെയൊക്കെയാണ് തങ്ങി നിന്നിട്ടുള്ളത് യാത്രയിൽ, എന്തെല്ലാമാണ് നമ്മൾ കണ്ടത്, നമ്മൾ കാണാതെ പോയതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു യാത്ര വിവരണം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രാ വിവരണം എഴുതുന്നവരെ ഞാൻ വളരെയേറെ ശ്ലാഘിക്കുകയാണ്. അതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ കൃത്യമായൊരു എക്സസൈസ് ചെയ്യുക തന്നെ വേണം അതിൻ്റെ പിന്നിൽ. പിന്നെ ഈ കാലഘട്ടം MK രാമചന്ദ്രൻ്റെ ഹിമാലയൻ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ വരുന്നതോടുകൂടിയാണ് വേറെയും കുറേ പേർ യാത്രകൾ ചെയ്യുന്നത്. നമുക്കറിയാം, അപ്പോൾ ടൂർ പാക്കേജുകൾ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല. പഴയ പോലെ ഇപ്പം ബദരിനാഥ് ചെന്നാൽ അവിടെ നിന്ന് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 300 കിലോമീറ്ററോ മറ്റോ ഉണ്ട് എന്നാണ് പറയുക. അവിടെ നിന്നുള്ള യാത്ര വല്ലാത്ത പ്രശ്നമൊക്കെയാണ് പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല എന്നൊക്കെ കേൾക്കുന്നു. ഈ ഒരു കാലത്താണ് സന്തോഷ് ജോർജ് കുളങ്ങര, ഇവിടെ മുൻപ് സംസാരിച്ചവർ പരാമർശിച്ച അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ ഒക്കെ വരുന്നത്. വീഡിയോ എടുക്കാൻ സൗകര്യം ഉണ്ടാകുന്നതോടുകൂടി, സത്യത്തിൽ ഫോൺ എന്നുള്ള ഒരു ഉപകരണം വരുന്നതോടുകൂടി യാത്രയുടെ മാനം മാറുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ കണ്ട ഹിമാലയം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹിമാലയം കണ്ട ഞാൻ എന്ന പോലെ ആവുന്നുണ്ട് പലപ്പോഴും. സെൽഫി യുഗമാണല്ലോ. നമ്മൾ അവിടെ ആ ഒരു പ്രദേശത്ത് ചെന്ന് നിന്ന് ഞാനിവിടെ വന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോകളുടെ കാലമാകുമ്പോഴേക്കും ഹിമാലയൻ യാത്രകൾ എന്നുള്ളത് വളരെ ഏറെ പേരിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ സന്ദേശം എത്തുന്നുണ്ട്. എന്താണ് കാണുന്നത്, അവിടെ അനുഭവിക്കാനുള്ളത് എന്താണ് എന്നിങ്ങനെ. ഹിമാലയൻ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. ചിലർക്കൊക്കെ അവിടെ വിട്ടു പോരാൻ തന്നെ അല്പം ബുദ്ധിമുട്ടാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ പിന്നെയും അങ്ങോട്ട് തന്നെ പിടിച്ചു വലിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ഹിമാലയൻ യാത്രാ പ്രോജക്റ്റ് തന്നെ ഇവിടെ സാഹിതിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സംഘാടകരോട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഹിമാലയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സന്ദർഭം, ഭൂമിയിലേക്ക് സ്വർഗത്ത് നിന്നും തിരിച്ചു വരുന്ന ഭാഗം ശാകുന്തളത്തിൽ കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. മാതലിയിലൂടെ കാളിദാസൻ പറയുകയാണ്, ഭൂമി ഇങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. അഹോ ഉദഗ്ര രമണീയ പൃഥ്വി എന്ന് മാതിരി പറയുന്നു. സ്വർഗം കണ്ടിട്ടാണ് ഇവർ വരുന്നത്. സ്വർഗത്ത് ജീവിച്ചിട്ട് തിരിച്ചു വരുന്നവരാണ്. നമ്മൾ ഭൂമിയിലെ ഏറ്റവും മനോഹരവും മഹത്തരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വർഗീയം എന്നാണ് വിശേഷിപ്പിക്കുക. പക്ഷേ സ്വർഗം കണ്ട് ഇറങ്ങി വരുന്ന ആൾ പറയുന്നത് അഹോ ഉദഗ്ര രമണീയ പൃഥ്വി എന്നാണ്. അതിമനോഹരമായ അതിശ്രേഷ്ഠമായ, രമണീയം എന്ന പദത്തിന് സുന്ദരം എന്നും നിരന്തരം നമ്മെ നവീകരിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. നിരന്തര നവീകരണത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന അതിമഹത്തായ ഒരു അനുഭവമാണ് ഹിമാലയം ഇന്ന് ഈ കാലഘട്ടത്തിൽ. കാളിദാസൻ്റെ കാലം ഇത് മാത്രമല്ല, ഈ കാലഘട്ടത്തിലും നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ യാത്രയിലൂടെ എല്ലാവരും നവീകരിക്കാൻ ശ്രമിക്കുക. യാത്രയുടെ പുണ്യമെന്നുള്ളത് എം മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഗംഗയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഗംഗയിൽ ചെല്ലുമ്പോൾ അല്ല സത്യത്തിൽ പുണ്യം ലഭിക്കുന്നത്, ഗംഗയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആ പുണ്യം കിട്ടുന്നുണ്ട്.
കാരണം എന്നെ സംബന്ധിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു യാത്ര ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ തൊട്ട് പിന്നെ ആ യാത്രയുടെ ലഹരിയിലാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളതാണ് ആ യാത്രയെക്കുറിച്ചുള്ള ഓരോ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ തയ്യാറെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകും. ഈ ഒരു അർത്ഥത്തിലും മാനസികവും ആത്മീയവുമായ ഒരു വലിയ ചൈതന്യം കിട്ടുന്ന ഒന്ന് എന്ന അർത്ഥത്തിൽ, ആത്മീയമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഹിമാലയൻ യാത്രകളെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അത് കേവലം ഭൗതികവും മാനസികവും മാത്രമായ വ്യാപാരങ്ങളെയല്ല സ്വാധീനിക്കുന്നത് എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ആത്മീയ തലത്തെ കൂടി ഉൾക്കൊള്ളുന്നു. അത്തരം യാത്രയുടെ മനോഹരമായ മഹത്തരമായ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ